ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഞാൻ കൺസീലറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഇവിടെ അങ്ങനെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു പീരിയഡ് ടൈമിൽ വരുന്നത് തന്നെ. അപ്പോൾ അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഒന്നും അവിടേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്ത് അതിന് ശേഷം കണ്ണിൻ്റെ അടിയിൽ ചെറുങ്ങനെ കൺസീലർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക ചെയ്യണം. കഴുത്തിൻ്റെ അടിയിലും ഇവിടെ ചെവിയുടെ ഇവിടെ മുഖത്തും ഒക്കെ ആയിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. തോനെ ഞാൻ ഇട്ട് കൊടുക്കണില്ല, ലൈറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് ഫേസ് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അത് ഷേപ്പാക്കിയിട്ട് ഉള്ളിലത്തേക്ക് അങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുത്തൊന്ന് ഷേപ്പാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് 2 ഐബ്രോസും അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ലൈറ്റായിട്ട് കേട്ടോ, ഹെവി ആയിട്ട് ചെയ്യണില്ല, ലൈറ്റായിട്ടേ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ണും ലിപ്പൊക്കെ ഇടുക. അതെനിക്ക് പിരികൊന്ന് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഞാൻ പിരിക ആദ്യം തന്നെ സെറ്റ് ചെയ്തു, ഐബ്രോ സെറ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം ഞാൻ ഐ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ ആച്ചുമോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആയ കാരണം മൂപ്പര് ഓൾറെഡി റെഡി ആക്കിയിട്ടാണ് ഞാൻ റെഡി ആവാൻ വേണ്ടി വന്നത്. അപ്പോൾ മൂപ്പര് തിരക്ക് കൂട്ടിയാണ്, വേഗം പോകണം ലേറ്റായി മമ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം ഫട്ടാഫട്ടായിട്ട് വേഗം ഞാൻ ഐ മേക്കപ്പ് ചെയ്ത് ഒരു വിധത്തിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വേഗം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ കണ്ണ് വരച്ചെടുക്കുന്നത്. 2 ഇതിലും കണ്ണുകളിൽ ജെൽ ഐലൈനർ വെച്ചിട്ട് അത് വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് ഇനി വേർത്താലും ഇതായാലും സെറ്റായിട്ടുണ്ടെങ്കിലൊന്നും പോവില്ല. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഐബ്രോ ക്യാജിൽ കിട്ടിയില്ല, അപ്പോൾ പെൻസിൽ കിട്ടിയത് ഇട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൊന്നും കൂടി വിടർന്ന് ഇട്ടിട്ട് നന്നായിട്ടൊരു അടിപൊളിയായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായത്. എന്നിട്ട് അതടുത്ത് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു, ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ധൃതിയിൽ കണ്ണിൽ ഞാൻ മസ്കാര ഇടാൻ വേണ്ടിയിട്ട് മറന്നു. സാരില്ല, ഇങ്ങനെയൊക്കെ മതി വിചാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്താണ് മസ്കാര ഇട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ട്, അപ്പോൾ അവൻ വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, മമ്മി കഴിഞ്ഞില്ലേ ചേട്ടാ. അപ്പോൾ അതിനുമുള്ള മറുപടിയും കൊടുക്കേണ്ട മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനുവൽ ഡേ ആകുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സുകൾ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തിരി അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നെ അപ്പോൾ ഞാൻ കോണ്ടൂർ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോണ്ടൂർ, അപ്പോൾ ഞാൻ ബ്രോൺസർ എടുത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ബാക്കി വന്ന പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കി കളയണം. അതിന് മുന്നേ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹൈലൈറ്റർ ഞാൻ ഒരു സിൽവറും കോപ്പറും കൂടിയിട്ടുള്ള ഒരു കളർ മിക്സ് ആയിട്ടാണ് പിരികത്തിൻ്റെ അടിയിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നോസിൻ്റെ അവിടെ, ടീൻ ഏരിയയിൽ, അതുപോലെ ലിപ്പിൻ്റെ അവിടെ, ഇവിടെ, അങ്ങനെ എല്ലാ സ്ഥലത്തും ലൈറ്റ്ലി ഹൈലൈറ്റർ ഞാൻ ഇടുന്നുണ്ട്. ഹെവി ആയിട്ടില്ല, ലൈറ്റായിട്ട്. കാണുമ്പോൾ ഇല്ല തോന്നിയായിട്ട് തോന്നില്ല, ലൈറ്റായിട്ട് നല്ല ഒരു നാച്ചുറൽ ലുക്ക് പോലെ ഇല്ലേ. ഇത് നല്ല അടിപൊളി ഹൈലൈറ്ററാണ്, എനിക്ക് നന്നായി ഇഷ്ടമായി. എന്നിട്ട് ഞാൻ ബാക്കി വന്ന പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പൗഡർ ബ്രഷ് എടുത്തിട്ട് ഒന്ന് സ്മൂത്തായിട്ട് എക്സൈറ്റഡിലൊക്കെ കളഞ്ഞ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ലിപ്പ് പെൻസിൽ ലിപ്പിൽ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. റെഡ് കളറാണ് എടുത്തിട്ട് ആദ്യം ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം കുറച്ച് ടൈമിൽ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ലിപ്പ് പെൻസിൽ എഴുതി കൊടുത്ത് ജസ്റ്റ്
ആകൃതിയും വരുത്താം. ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്ത് നല്ല റെഡ് കളറ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ബ്ലാക്ക് പാൻറ്റും ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള ക്രോപ്പ് ടോപ്പുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടണം. ഒക്കെ എല്ലാം കഴിഞ്ഞ് കെട്ടി വന്നപ്പോഴാണ് അയ്യോ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ വേണ്ടി മറന്നു പോയല്ലോ എന്ന് ധൃതിയിൽ വേഗം സ്പ്രേ അടിച്ച് എന്നിട്ട് കണ്ടില്ലേ ലാസ്റ്റ് ലുക്കാണിത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം.